അൻവർ വന്ന് ബഹളമുണ്ടാക്കുമ്പോഴും അൻവർ പോലും ഞാൻ പറയട്ടെ, അദ്ദേഹം പലതും പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ പറയാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ആദരവോടുകൂടി കാണുന്നു. കാരണം അത് നല്ലത് തന്നെയാണ്. അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞല്ലോ, മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, ഞാൻ ബഹുമാനിക്കുന്നു. ഇപ്പോഴും മനസ്സിലാവാതെ അവിടെ ജീവിക്കുന്ന അടിമ ജീവിതം ജയിക്കുന്ന ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് പറയാൻ ധൈര്യം കാണിച്ചതിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം അൻവറിനോട് ഞാൻ ചോദിക്കട്ടെ. മിനിഞ്ഞാന്ന് മീഡിയകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? തൃശൂരിൽ പൂരം കലക്കി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യമുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ്. എന്റെ പ്രിയപ്പെട്ട അൻവർ, ഇപ്പോഴും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മകൾക്കും വേണ്ടിയാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ അൻവറിനുമായിട്ടില്ല. പക്ഷെ അൻവറെ, ഇടതുപക്ഷത്തിനു വേണ്ടി സ്തുതിഗീതങ്ങൾ മുടക്കി ഞങ്ങളെ ട്രോളിയിട്ട് മുനീർ സാഹിബിനെ, ഷാജിനെ, രമേശ് ചെന്നിത്തലനെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ ട്രോളിയിട്ട് അങ്ങയുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുമ്പോ ഞങ്ങൾ ഈ തെരുവുകളിൽ സമരത്തിലാണ്. അറിയോ അൻവറിന്? അൻവർ അത് മനസ്സിലാകാൻ ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾക്കത് നേരത്തെ മനസ്സിലായി. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ അൻവറെ, ഒരു സങ്കടമുള്ള കാര്യം. അതെന്താണെന്നറിയോ? എനിക്ക് അൻവറിന്റെ നിലമ്പൂരിലെ പ്രസംഗം രാഷ്ട്രീയ കേരളത്തെ ഇവിടുത്തെ മീഡിയകൾ കാണിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ നോക്കി നിന്നിരുന്നു. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ. കാരണം അൻവർ പ്രസംഗിച്ച് തുടങ്ങുകയാണ്. അൻവർ പറയാണ്, ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു. എന്റെ വാപ്പ ഷൗക്കത്ത് അലി, എന്റെ കുടുംബം, ഞാൻ പഠിച്ച കോളേജ്, അവിടെ എന്റെ സുഹൃത്തുക്കൾ, അവിടുത്തെ സിസ്റ്റർമാർ, എന്റെ ഡ്രൈവർ, എന്റെ ഗൺമാൻ, എന്റെ വീട്ടിൽ ഭക്ഷണം വെച്ച് തരുന്നവൻ, എന്റെ വീട്ടിലെ വേലക്കാർ, ഓരോരുത്തരുടെ പേരും പറയുകയാണ്. അവർ ഇന്ന മതം, ഇന്ന മതം, ഇന്ന മതം. എന്നിട്ട് എന്നെയാണോ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? കൂട്ടുപള്ളിക്കാരെ, CPM-ന്റെ ആലയില് രാജ്യത്തെ മതേതരത്വമാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് എന്ന് പോയി പെട്ട ഒരു മനുഷ്യന്റെ ഇതിനേക്കാൾ ദയനീയമായ ഒരു മുഖം നിങ്ങൾക്ക് വേറെ കാണാനുണ്ടാകുമോ? ഉണ്ടാകുമോ? അൻവറിന് തെളിയിക്കേണ്ടി വരികയാണ്. അതെന്തൊരു സങ്കടമാണ്. അൻവർ എന്താ പറഞ്ഞത്? അൻവർ എന്തെങ്കിലും ഒരു തീവ്രവാദം പറഞ്ഞോ? അപകടം പറഞ്ഞോ? അൻവർ ചില വസ്തുതകൾ പറഞ്ഞു. ആ വസ്തുതകൾ പറഞ്ഞപ്പോ അൻവറിനെ നിങ്ങൾക്ക് തടുക്കാനായില്ല. കാരണം പറഞ്ഞത് വസ്തുതയാണ്. പിന്നെ അൻവറിനെ തീവ്രവാദിയാക്കണം, മതവർഗീയവാദിയാക്കണം, പട്ടിയാക്കണം, പേപ്പട്ടിയാക്കണം, എന്നിട്ട് കൊല്ലണം. അല്ലേ? നിങ്ങൾ അതല്ലേ ചെയ്തത്? എത്ര നിസ്സഹായനായിട്ടാണ് ഒരു മനുഷ്യൻ, ഇടതുപക്ഷത്തിന്റെ MLA പദം ഇപ്പോഴും കയ്യിൽ വെച്ച ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടിയ വേദിയിൽ പറയാണ്, ഞാൻ മതേതരവാദിയാണ്. തെളിവ് കണ്ടോ? എന്റെ കൂടെ ഇന്ന ആളൊക്കെ. എന്തിനാണ് മിസ്റ്റർ അൻവർ അങ്ങനെ പറഞ്ഞത്? ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ്? സങ്കടമുണ്ടതിന്. അങ്ങ് ഷൗക്കത്ത് അലിയുടെ മകനല്ലേ? ഒരു വാപ്പ, ധീരനായ ഒരു വാപ്പയുടെ മകനല്ലേ? പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരു വാപ്പയുടെ മകൻ. അങ്ങയുടെ പിതാമകന്മാരെ പരിശോധിച്ചു നോക്ക്. ഈ രാജ്യം തകർക്കാൻ വെള്ളക്കാരൻ വരുമ്പോ അവനെ തുരത്തി ഓടിക്കാൻ വിരിമാറ് കാണിച്ചവരാണ് നിന്റെ വല്യുപ്പമാർ. ഈ നാട്ടിലെ മാപ്പിളമാർ, അതിൽ നിന്റെ വാപ്പ ഷൗക്കത്ത് അലിയുമുണ്ട്. അറിയുമോ അൻവറിന്?